ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ, ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഗുഡ് ഗേൾ സിൻഡ്രോം എന്നതിനെ കുറിച്ചിട്ട്. അത് ഒരുപാട് ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പും ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതാണ് ആ വീഡിയോ എന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു, അപ്പോൾ ഗുഡ് ഗേൾ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അഭിനയിക്കുകയാണോ, അതാണോ ഗുഡ് ഗേൾ സിൻഡ്രോം എന്നതിൻ്റെ അർത്ഥം എന്നൊരു ചോദിച്ചിട്ടൊരു എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചൊരു ബ്രീഫായിട്ടൊന്ന് റിസർച്ച് ചെയ്ത് നോക്കി എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഞാൻ അന്ന് ചെയ്ത വീഡിയോ ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസസ്, ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ആ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഒരുപാട് ആളുകൾ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ എങ്ങനെയാണോ ഒരുപാട് നല്ലതായിട്ട് എപ്പോഴും പോർട്രേ ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ നോക്കുമ്പോൾ അവരെല്ലാം കട്ട് ആൻഡ് റൈറ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അവർക്ക് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് അവരുടെ ഫ്രീഡം, അവരുടെ കംഫർട്ട് സോണിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളെയാണ് ഇപ്പം നമ്മുടെ യങ്സ്റ്റേഴ്സായിട്ട്, അല്ലെങ്കിൽ എൻ്റെ യങ്സ്റ്റേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ സർക്കിളിലുള്ള ആളുകളുടെ യങ്സ്റ്റേഴ്സായിട്ട് നോക്കുമ്പോൾ അവരെല്ലാം ഒരുപാട് ബൗണ്ടറീസ് എല്ലാം സെറ്റ് ചെയ്ത് കോൺഫ്ലിക്ട്സിനെ ഭയക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നവരായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളും ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളും നമ്മുടെ സൊസൈറ്റിയും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി എന്നോട് ചോദിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്നാൽ, അന്ന് ഈ സ്ത്രീകളെല്ലാം അഭിനയിക്കുകയായിരുന്നു, നല്ല ആളുകളായിട്ട് അഭിനയിക്കുകയായിരുന്നു എന്ന്. എനിക്ക് ആ ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എനിക്ക് കുറച്ചത് ഫണ്ണി ആയിട്ടും തോന്നി. കാരണം എനിക്ക് തോന്നുന്നില്ല ആളുകൾക്ക് ഡെയിലി ലൈഫിലൊക്കെ അഭിനയിച്ചിട്ട് അങ്ങനെ നിൽക്കാനൊക്കെ കഴിയുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. പ്രോബബ്ലി പ്രിറ്റൻഡ് ചെയ്തിട്ടൊരു കുറച്ച് മൊമെൻറ്റൊക്കെ പ്രിറ്റൻഡ് ചെയ്ത് നിൽക്കാം എന്നല്ലാതെ ലൈഫ് ലോങ് ഒക്കെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല നമുക്ക് ആർക്കും തന്നെ. ഈ പറഞ്ഞതുപോലെ സ്ത്രീ ആയാലും പുരുഷനായാലും കുറച്ച് സമയത്തിന് കുറച്ച് കളവൊക്കെ പറയാം, അല്ലെങ്കിൽ ഒന്ന് പ്രിറ്റൻഡ് ചെയ്ത് കുറച്ച് സിറ്റുവേഷനിൽ ക്ഷമയോട് കൂടിയിട്ട് നിൽക്കാം എന്നല്ലാതെ ത്രൂ ഔട്ട് ലൈഫ് അഭിനയിച്ച് നിൽക്കാൻ മാത്രം ആർക്കാണ് അതിന് ഇൻട്രസ്റ്റ് ഉള്ളത്? നമ്മൾ നമ്മുടെ ലൈഫിനെ തന്നെ ഇല്ലാതെ ആക്കില്ലേ? നമ്മൾ അഭിനയിച്ചിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫിനൊരു മീനിങ്ങും ഇല്ലാതെ ആയി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആരും അഭിനയിച്ച് നിൽക്കുന്നതായിട്ടൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അന്നത്തെ സോഷ്യൽ സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു, അന്നത്തെ അപ്ബ്രിങ്ങിങ്, നമ്മുടെ സിനാരിയോസ് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും മോർ ഓവർ നല്ലൊരു നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുക, അധികം മറ്റുള്ളവരുടെ ലൈഫിലായിട്ട് ഇൻവോൾവ് ചെയ്യുകയോ മറ്റുള്ളവരുടെ ലൈഫിനെ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോറീസ് മാനേജ് ചെയ്യുകയോ മറ്റുള്ളവരുടെ ലൈഫിനെയോ അവരുടെ കരിയറിനെയൊക്കെ തകർക്കാൻ നോക്കുക, അങ്ങനത്തെ ഒരു സിനാരിയോസ് ഇന്നത്തെ പോലെ അത്രയും റാമ്പൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പം അന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹ്യൂജ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും ഒരു ഹ്യൂജ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഭാഗമായിട്ട് ജീവിച്ചിരുന്നവരാണ്. ഇന്നത്തെ പോലെ നമ്മൾ ഡിവൈസസ് ഇല്ലാണ്ട് ഇത്രയും ടൈമൊന്നും ആരും ടി വിയിലോ ഷോസ് കണ്ടോ അല്ലെങ്കിൽ ഫോണിലോ ഒന്നും ആരും സ്പെൻഡ് ചെയ്തിരുന്നില്ല. സോഷ്യൽ സെറ്റപ്പ് വാസ് മച്ച് മോർ കുറേ കൂടി ഓപ്പൺ ആയിരുന്നു, എല്ലാവരും കുറേ കൂടി അക്കമഡേറ്റിംഗ് ആയിരുന്നു. ആൻഡ് പീപ്പിൾ ഡിസ്കസ്ഡ്, അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ആൻഡ് ദി ലെഫ്റ്റ് ഇറ്റ് അറ്റ് ദെയർ. അല്ലാതെ അതിൽ കൂടുതൽ കയറി അതിൽ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അതിനെ ട്വിസ്റ്റ് ചെയ്ത് വേറെ സ്റ്റോറീസ് ഉണ്ടാക്കാൻ നോക്കുക, അങ്ങനത്തെ ഒരു പ്രവണത അന്ന് ഉണ്ടായിരുന്നില്ല. അന്നത്തെ സോഷ്യൽ സെറ്റപ്പ് പീപ്പിൾ വർ ഓപ്പൺ, പീപ്പിൾ വർ അക്കമഡേറ്റിംഗ് ആൻഡ് പീപ്പിൾ വർ ലിറ്റിൽ മോർ സോഷ്യലി വാം ആൻഡ് വെൽക്കമിങ്. അത് വേറൊരു ഉദ്ദേശമോ അല്ലെങ്കിൽ അജണ്ടയോ പ്രൊപ്പഗൻഡ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പീപ്പിൾ വൈ മച്ച് മോർ വാമർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാവരും കുറേ കൂടി കാമർ ആൻഡ് കൂളർ ആൻഡ് സോഷ്യലി കുറേ കൂടി ടൈം സ്പെൻഡ് ചെയ്തിരുന്നു, ആളുകളുമായി ഇടപഴകിയിരുന്നു എന്നുള്ളത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് വെച്ചിട്ടാണ് കേട്ടോ. ഞാനൊക്കെ ഒരുപാട് ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ആളാണ്. അൺലൈക്ക് ടുഡേ ഇന്ന് ഞാൻ 1 or 2 or വളരെ കുറച്ച് ഫ്രണ്ട്സ്, അത് അത്രയും എനിക്ക് വിശ്വാസമില്ല. ഒരുപാട് വർഷമായിട്ട് അറിയാവുന്ന ഫ്രണ്ട്സിനെ മാത്രമേ ഞാൻ ക്ലോസ് ആയിട്ട് ചേർത്ത് പിടിക്കാറുള്ളൂ. അന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും ക്ലോസ് ആണ്, ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് സോഷ്യൽ ക്രൗഡ്, അങ്ങനത്തെ ഒരു സോഷ്യൽ സെറ്റപ്പ് ആയിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കി, ഗുഡ് ഗേൾ സിൻഡ്രോം എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന്
എന്ന് നോക്കിയപ്പോഴും എനിക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോൺഫ്ലിക്ട്സിനെ അവോയ്ഡ് ചെയ്യുക, ഒരു പെർഫെക്ഷനിസ്റ്റ് ആകാൻ നോക്കുക, എല്ലാത്തിലും പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ അന്നത്തെ സോഷ്യൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പേഴ്സണൽ അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷൻസിൽ അങ്ങനെയായിരുന്നു. നമ്മളെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്യാൻ നോക്കുക. കുക്കിംഗ് ആണെങ്കിൽ അത് നല്ല നീറ്റായിട്ട് ചെയ്യുക, വീട് മെയിൻറ്റെയിൻ ചെയ്യുക, അത് നല്ല നീറ്റായിട്ട് ചെയ്യുക. പ്രൊഫഷൻ ആണെങ്കിലും നമ്മൾ അതിൽ പെർഫെക്റ്റ് ചെയ്യാൻ നോക്കുക. അന്നത്തെ സോഷ്യൽ ആൻഡ് പേഴ്സണൽ സിനാരിയോസ് അങ്ങനെയായിരുന്നു. അൺലൈക്ക് ടുഡേ, ഇന്ന് നമുക്ക് അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ വി ഹാവ് ഗാഡ്ജറ്റ്സ്, വി ഹാവ് ഡിവൈസസ്. അപ്പോൾ നമ്മൾ ആൻഡ് പീപ്പിൾ ആർ മച്ച് മോർ ഇൻവോൾവ് ഇൻ ഈ അതർ പീപ്പിൾസ് ലൈഫ്സ് എന്ന് എനിക്ക് ഇന്ന് തോന്നുന്നു. അന്ന് അങ്ങനെ ബൗണ്ടറി വെക്കാൻ മാത്രം ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. പ്രോബബ്ലി കമൻസ് വേർഡ്, ബട്ട് മാനിപ്പുലേഷൻസ് ആൻഡ് ഇന്നത്തെ പോലെ അത്രയും സ്ക്രൂട്ടിനി ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആൻഡ് അന്നും കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു അത്രയും സീരിയസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള പോലത്തെ ഇന്നത്തെ അത്രയും സീരിയസ്നെസ് അന്ന് പ്രോബബ്ലി എൻ്റെ ഏജിൻ്റെയും ആയിരിക്കാം കേട്ടോ. അന്ന് അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടായാൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഫർഗീവ് ചെയ്തിട്ട് കൂടെ നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് പക്ഷേ അത് കുറച്ചും കൂടി പേടിയാണ്. നമ്മുടെ ഗാർഡ്സ് എല്ലാം അപ്പാണ്. നമ്മളിനെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തവരെല്ലാം നമ്മളതിനെ ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് എന്താണ് ലൈഫ് ഹാപ്പൻഡ് ആൻഡ് നമ്മൾ ലൈഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി. എല്ലാവരെയും കൂടെ നിർത്തേണ്ട കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അത് നമ്മൾ ലൈഫിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളാണ്. ഓരോ എക്സ്പീരിയൻസസിൽ നിന്നും നമ്മൾ ഓരോന്നും മനസ്സിലാക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും ട്രസ്റ്റ് ചെയ്ത് കൂടെ നിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതല്ല ലൈഫ് എന്ന് ഇങ്ങനെയുള്ള എന്താണ് പ്രോബബ്ലി സോഷ്യൽ ചേഞ്ചസ് ആൻഡ് പേഴ്സണൽ ചേഞ്ചസ് എല്ലാം കൂടി ലൈഫിൻ്റെ എക്സ്പീരിയൻസസിൽ മുന്നോട്ട് പോയതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതായിരിക്കണം. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി വരെ എൻ്റെ ഗാർഡ്സ് എല്ലാം അപ്പാണ്. ഞാൻ സോഷ്യലി പഴയ പോലെ ഒട്ടും വെൽക്കമിങ് ആൻഡ് വോമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന മീൻസ് ഇന്ന് കുറച്ചും കൂടി ആക്ടിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഞാൻ ഒരു സോഷ്യൽ സെറ്റപ്പിൽ പോകുമ്പോൾ ഐ ജസ്റ്റ് ഹോൾഡ് മൈസെൽഫ് ബാക്ക്. അത്രയും സ്മൈൽ ചെയ്യേണ്ട, അത്രയും വാമായിട്ട് ബിഹേവ് ചെയ്യേണ്ടെന്ന് ഞാൻ സ്വയം എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അത്രയും ഫ്രണ്ട്ലി ആവേണ്ട, അധികം ഫ്രണ്ട്സിനെ ഒന്നും മീൻസ് പുതിയതായി മീറ്റ് ചെയ്യുന്ന ആളുകളെ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകേണ്ട ആവശ്യമില്ല. ഒരു ഡിസ്റ്റൻസിൽ ഹായ് ഹലോ എന്നുള്ള രീതിയിലേക്ക് ഞാനൊക്കെ തന്നെ സ്വയം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഗാർഡ്സ് അത്രയും അപ്പായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ കുറച്ചും കൂടി എന്താണ് അഭിനയിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് വാസ് ദ സോഷ്യൽ സെറ്റപ്പ്, ഇറ്റ് വാസ് ദ പേഴ്സണൽ സെറ്റപ്പ്, ഇറ്റ് വാസ് ദ പേഴ്സണാലിറ്റി. എല്ലാവരുടെയും നമ്മൾ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു എൻ്റെ പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അത് ചെയ്യില്ല ഒരിക്കലും. ഇന്ന് എൻ്റെ ഗാർഡ്സ് സേഫ്റ്റി ആൻഡ് എന്താണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇന്ന് ആളുകളെ എന്താണ് ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് കൊണ്ടുവരാൻ ശ്രമിക്കുള്ളൂ. പഴയതുപോലെ വാം ആൻഡ് വെൽക്കമിങ് ആയിട്ടൊന്നും കഴിയില്ല. കാരണം ആ എക്സ്പീരിയൻസസ് നമ്മൾ പഠിച്ച പാഠങ്ങൾ നമ്മളെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ ഈ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് പറയുന്നതായിട്ട് ഞാൻ കണ്ടു. നമ്മളങ്ങനെ ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല, കോൺഫ്ലിക്ട്സിന് കഴിയുന്നത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. അങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യേണ്ട അതിനെ വിട്ട് കളയാം. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഇന്നൊക്കെ നമ്മളത് മനസ്സിലാക്കി നമ്മൾ റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യുക തന്നെ വേണം. ഇത് ഞാൻ പേഴ്സണൽ ഇതാണ് കേട്ടോ പറയുന്നത്. പേഴ്സണൽ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ഒരിക്കലും പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടല്ല. പ്രൊഫഷണലി ഓഫ് കോഴ്സ് വി മെയിൻറ്റെയിൻ അവർ സെൽസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്ലി. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലി ഞാൻ ഒരിക്കലും അങ്ങനെ വളരെ ഇൻവോൾവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളെയല്ല. പ്രൊഫഷണൽ സ്പേസിൽ എപ്പോഴും പ്രൊഫഷണലി മാത്രമേ ഞാൻ ആളുകളുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഗുഡ് ഗേൾ സിൻഡ്രോം എന്നുള്ളത് കൊണ്ട് അങ്ങനെ
ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യുക, അധികം ആളുകളെ പേഴ്സണൽ സ്പേസിലേക്ക് കൊണ്ടുവരാതെ നോക്കുക. ആൻഡ് ഇറ്റ്സ് ലൈക്ക് വാലിഡ് പോയിന്റ്സ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഞാൻ സെർച്ച് ചെയ്തപ്പോഴും അങ്ങനെയുള്ള പോയിന്റ്സ് തന്നെയാണ് വന്നതും. ലൈക്ക് അതിൽ അന്നത്തെ സോഷ്യൽ സിനാരിയോക്ക് അതായിരുന്നു സ്യൂട്ടബിൾ, ഇന്നത്തെ സോഷ്യൽ സിനാരിയോക്ക് ഇതാണ് സ്യൂട്ടബിൾ. കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ്, പീപ്പിൾ ആർ ലൈക്ക് ഇൻട്രസ്റ്റഡ് എന്ന് മാത്രമല്ല അതിനെ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നവർ, അതിനെ വെച്ച് ഉപയോഗിക്കാൻ നോക്കുന്നവരെല്ലാം അങ്ങനെയും ആളുകളുണ്ട് എന്ന് നമ്മൾ അതിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് വെറും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങൾ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതല്ല, അതിനെ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാം, അതിനെ ട്വിസ്റ്റ് ചെയ്ത് പുതിയ സ്റ്റോറികൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിനെ വെച്ച് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിനാരിയോസ് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മോണിറ്റർ ചെയ്യാൻ CCTV ക്യാമറാസ് ഉണ്ട്, നമ്മളെ മോണിറ്റർ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു 20 years മുന്നേ ഒന്നും ഇത്രയധികം ക്യാമറാസിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഈവൻ നോർമൽ പീപ്പിൾ ആയാലും സെലിബ്രിറ്റീസ് ആയാലും ആരും ഫോൺ പിടിച്ച് നമ്മുടെ ആരുടെയും പിന്നാലെ വരാൻ പോകുന്നില്ല. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. ആരും ഈവൻ നോർമൽ ആളുകൾ വരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫോൺ പിടിച്ചിട്ട് എന്തെങ്കിലും സ്റ്റംബിൾ ചെയ്ത് വീണവരെ ഫോൺ എടുത്തിട്ട് വീഡിയോ ഷെയർ ചെയ്യാൻ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ സോഷ്യൽ സിനാരിയോയുടെ ഭാഗമാണ്. ആളുകളുടെ ചിന്താഗതികളിലും സോഷ്യലായിട്ട് വന്ന മാറ്റങ്ങൾ ഓഫ് കോഴ്സ് പേഴ്സണലിയും അതിനെ നമ്മളെല്ലാം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഗാർഡ്സ് അപ്പാക്കാണ്. നമ്മൾ പഴയ പോലെ എല്ലാവരുമായിട്ട് ഇൻവോൾവ് ആകാനും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും വാമായിട്ട് ഇടപെടാനൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല. ലൈഫ് ടോട്ടസ് അല്ലേ, ജീവിതം നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാലാണ് നമുക്കും സേഫ്റ്റി, ചുറ്റുമുള്ളവർക്കും സേഫ്റ്റി. അതല്ലെങ്കിൽ പഴയ തെറ്റുകൾ തന്നെ ആവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥമില്ല. അപ്പോൾ എനിക്ക് ഇതൊന്ന് ഇവിടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പം ഒരിക്കലും ജീവിതത്തിൽ ആസ് ഐ സെഡ് ഇപ്പം ഞാൻ വേണമെങ്കിൽ അഭിനയിക്കുകയാണെന്ന് പറയാം. ഐ എം എ ലിറ്റിൽ മോർ സീരിയസ് ഇൻ മൈ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ്. ഞാൻ അധികം കുറച്ച് വിത്ത് ചെയ്തിട്ട് തന്നെയാണ് ഇൻറ്ററാക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടി അഭിനയമാണെന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, അങ്ങനെ അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ന് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ഇതൊന്നും ഇവിടെ ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി. ആൻഡ് ആസ് ഓൾവേസ് നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസസ് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടുള്ളത് നിങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള ടോപ്പിക്സിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആൻഡ് ചേഞ്ചസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സ്ട്രീം ലൈൻ ദീസ് കൈൻഡ് ഓഫ് ഡിസ്കഷൻസിനെ കുറച്ചുകൂടി സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. സോ ആസ് ഓൾവേസ് താങ്ക് യു ഫോർ യുവർ ടൈം ഹിയർ. അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. താങ്ക് യു. ബൈ ബൈ.